ഇയാളെ വെറുതെ വിടരുത്, നീതിന്യായ വ്യവസ്ഥ നൽകുന്ന ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മാത്രമല്ല, ഇയാൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇനിയും കൊലകൾ നടന്നേക്കാം. പക അത്ര രീതിയിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന് കൊലപാതകം നടത്തുന്ന, ക്രൂരകൃത്യങ്ങൾ നടത്തുന്നയാളിന് ചെന്താമര, ഇതൊക്കെയായിരുന്നു അവരുടെ വാദം. അങ്ങനെ ശക്തമായി തന്നെ ഈ വിഷയം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിധി തന്നെ ഉണ്ടാവുമെന്ന് കരുതാം. എന്തായാലും ചെന്താമര കുറ്റക്കാരൻ എന്ന ഒരു വിധി പ്രസ്താവം മാത്രമാണ് കോടതിയിൽ നിന്നും ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും 16-ാം തീയതി, നാളെ കഴിഞ്ഞ് ഈ കേസിൽ വിധി പറയും. പോത്തുണ്ടി 2019 ഓഗസ്റ്റ് 31 നടന്ന ഈ ക്രൂര കൊലപാതകത്തിൽ, സജിതയുടെ കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ എന്ത് എന്നത് 16-ന് നമുക്ക് അറിയാനാവും. 16-ന്, അതായത് മറ്റന്നാളാണ് ശിക്ഷാവിധി ഉണ്ടാവുക. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ നൽകുമെന്നുള്ളത് കാത്തിരുന്നതിന് കാരണം പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കാരണം ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ വലിയ തോതിൽ തിരിച്ചടിയാണ്. ഭീതി ഉണ്ടാകുന്ന തരത്തിലൊരു കുടുംബം കഴിയുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴായി പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ഇനിയും ആ കുടുംബത്തെ ഇല്ലാതാക്കും എന്ന് അലറി വിളിക്കുന്ന ചെന്താമരയെ കേരളം കണ്ട് ഞെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പശ്ചാത്താപമില്ലാത്ത ക്രിമിനൽ എന്ന് നിസ്സംശയം സൂചിപ്പിക്കാൻ കഴിയുന്നതും. ചെന്താമരയുടെ ആദ്യ കൊലപാതക കേസിലാണ് ഇപ്പോൾ ഈ കുറ്റക്കാരനാണ് എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ചെന്താമരയുടെ പ്രതികരണം. തനിക്ക് ഒന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്നു. 2019 ഓഗസ്റ്റ് 31 നടന്ന കൊലപാതകം, ആ കൊലപാതകത്തിന് ഏറ്റവും ഒടുവിൽ 6 വർഷത്തിനൊടുവിൽ ചെന്താമരയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നു കോടതി. പാലക്കാട്ടെ കോടതിയുടെ സുപ്രധാന വിധിയാണ് വന്നത്. മറ്റന്നാൾ ശിക്ഷാവിധി ഉണ്ടാകും. മറ്റന്നാൾ ശിക്ഷാവിധി വരുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം, വാദം പ്രകാരം പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും സജിതയുടെ മക്കൾ അവിടെ എത്തിയിരുന്നു. ചെന്താമരയെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് കേൾക്കാനായി. മറ്റന്നാളാണ് ശിക്ഷാവിധി ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും യാതൊന്നും പറയാതെ, പശ്ചാത്താപമില്ലാതെ തന്നെ ചെന്താമര ഇന്നും കോടതിയിൽ നിൽക്കുന്ന സാഹചര്യം കാഴ്ചയാണ് കണ്ടത്. കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുമ്പോഴും ഒന്നും പറയാനില്ല എന്നുള്ള മറുപടി മാത്രമായിരുന്നു ചെന്താമരയുടേത്. ചെന്താമര ഒരുപക്ഷെ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ക്രിമിനലിൽ ഒന്നാണ് ചെന്താമര എന്ന് നിസ്സംശയം പറയാം. നെന്മാറയിൽ, അവിടെ പോത്തുണ്ടിയിൽ 3 പേരുടെ ജീവൻ അപഹരിച്ച ചെന്താമരയ്ക്ക് ഇപ്പോൾ ആദ്യ കൊലപാതകത്തിൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്നു. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കുകയാണ് കോടതി. ഇന്ന് ഉണ്ടാകും ശിക്ഷാവിധി എന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശിക്ഷാവിധി മറ്റന്നാൾ എന്നുള്ളതാണ് നിലവിലത്തെ തീരുമാനം. 16-ാം തീയതി ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ്. വലിയ പോലീസ് ബന്ദോബസ്തിലാണ് ചെന്താമരയെ കോടതിയിലെത്തിച്ചതും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും. ഒന്നും പറയാനില്ല എന്നുള്ള പ്രതികരണം മാത്രമാണ് ചെന്താമര നടത്തുന്നതും. യാതൊന്നും പറയാനില്ലാതെ അയാൾ വന്നപാടെ ശിക്ഷാവിധി കേട്ട്, അല്ലെങ്കിൽ കോടതി വിധി കേട്ട് പോലീസ് ജീപ്പിൽ കയറി തിരികെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സജിത്ത് ഇപ്പോഴും പശ്ചാത്താപമില്ല ആ ക്രിമിനലിന്. ഇപ്പോഴും ചെയ്ത തെറ്റിൽ അവിടെ അനുതാപം ഉണ്ട് എന്ന് പോലും പറയുന്നില്ല. ഇപ്പോഴും ചെയ്ത കുറ്റത്തിൽ അതിൽ എന്തോ മഹത്വവൽക്കരിക്കുന്ന ഒരു ക്രിമിനലിനെയാണ് നമുക്ക് ആ പാലക്കാട്ടെ കോടതി വളപ്പിലും കാണാൻ കഴിയുന്നത്. അത് സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതാണ്. കാരണം ചെന്താമര എന്ന കൊടും ക്രിമിനലിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. താൻ തെറ്റുപറ്റിപ്പോയെന്നോ മറ്റോ ഉള്ള പതിവ് കുറ്റം ചെയ്തവരുടെ പ്രസ്താവനകളൊന്നും ചെന്താമരയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്തരം കൊടും ക്രൂരലാണ് എന്ന് നീതിന്യായ വ്യവസ്ഥ തന്നെ വിധിയെഴുതിയതാണ് എന്ന് മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവിടെ എല്ലാം നിലപാടും അതുതന്നെയാണ്. കാരണം ചെന്താമരയുടെ ഒരു സ്വഭാവം അതുതന്നെയായിരുന്നു. തുടർച്ചയായി ഈ പക പോക്കുക, ആദ്യം ഒരു കൊലപാതകം നടന്നതിന് ശേഷവും മനസ്സിൽ വർഷങ്ങളോളം ഈ പക സൂക്ഷിച്ചു കൊണ്ടുവരുന്നത് പിന്നീട് തിരികെ എത്തി വീണ്ടും കൊല നടത്താനുള്ള ആ ക്രൂരത മനസ്സിൽ സൂക്ഷിച്ചയാളാണ്. മാത്രമല്ല, കൊല നടത്തി, ക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷവും മലമുകളിലേക്ക് ഒളിവിൽ പോവുക, ദീർഘദിവസങ്ങൾ അവിടെ താമസിക്കുക, ഒടുവിൽ പോലീസിൻ്റെ പിടിയിലാവുക. ഇങ്ങനെ ചെന്താമര എന്ന കൊടും ക്രിമിനലിൻ്റെ സ്വഭാവം അത് അങ്ങേറ്റം വിചിത്രം എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വിധി എഴുതിയത്. അതുകൊണ്ട് സ്വാഭാവികമായ പ്രതികരണം തന്നെയാണ് ഇയാളിൽ നിന്നും ഉണ്ടാവുന്നത്. എന്ന് മാത്രമല്ല, ഈ ചെന്താമര ജയിലിൽ പോയതിനു ശേഷവും ആ കുടുംബവും ആ ഗ്രാമവും വലിയ ആശങ്കയിലാണ്. കാരണം ഇയാൾ തിരികെ എത്തിയാൽ ഇയാൾ നടത്താൻ പോകുന്ന കൊടും ക്രൂരത എന്തായിരിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണ സംവിധാനങ്ങൾക്കും പോലീസിനുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ജാഗ്രത ഈ ചെന്താമരയെ പുറത്തു വിടാതിരിക്കുക എന്നതാണ്, അത് ഉറപ്പാക്കുക എന്നതാണ്. അതുകൊണ്ട് കോടതിയിൽ നിന്നുണ്ടാവുന്ന വിധി അതിസുപ്രധാനമാണ്, അങ്ങേയറ്റം നിർണായകമാണ്. കാരണം
ആദ്യ കൊലപാതകത്തിന് ശേഷവും ഈ ചെന്താമരയ്ക്ക് പുറത്തിറങ്ങാൻ വഴിയൊരുക്കിയത് ആരുടെ വീഴ്ചയാണ് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതാണ് പിന്നീട് 2 കൊലപാതകങ്ങൾക്കും വഴിവെച്ചത്. ചെന്താമര പുറത്തിറങ്ങിയാൽ ഉണ്ടാവുന്ന പ്രതിസന്ധി ആ കുടുംബം, ആ നാട്ടുകാരൊക്കെ പോലീസിനെ പലവട്ടം അറിയിച്ചതാണ്. പക്ഷേ ആ ജാഗ്രത കാട്ടലൊന്നും അന്ന് പോലീസിൽ നിന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ ചെന്താമര പുറത്തിറങ്ങുകയും വീണ്ടും 2 കൊലപാതകങ്ങൾ കൂടി നടത്തുന്നതിന് ഇടവരികയും ചെയ്തത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ജാഗ്രത ഉണ്ടാവേണ്ടത് അതുതന്നെയാണ്. നീതിന്യായ വ്യവസ്ഥയും ഇക്കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോസിക്യൂഷൻ്റെ വാദം അതായിരുന്നു. അതുകൊണ്ട് കോടതിയിൽ നിന്നും ആ ജാഗ്രതയുള്ള ഒരു വിധി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 16-ന് ഇയാളുടെ ശിക്ഷാവിധി എന്താ എന്നതിൽ കോടതി വ്യക്തതയുണ്ടാക്കും. വളരെ സുപ്രധാനമാണ്. കാരണം സമൂഹത്തിൽ ഇത്ര ക്രൂരത നടത്തുന്നവർക്ക് തക്കതായ ശിക്ഷ ഉണ്ടായേ മതിയാവൂ. അത് ആ ഗ്രാമത്തിന്, ആ നാടിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഉറപ്പ് കൂടിയാണ്. അവരുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് കൊടുക്കേണ്ട ഉറപ്പ് കൂടിയാണ്. എന്ന് മാത്രമല്ല, 2 പെൺമക്കൾ, അവരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണിപ്പോൾ. അതിൽ ഒരു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, മറ്റൊരു മുത്തശ്ശിക്കൊപ്പമാണ് അവർ കഴിയുന്നത്. മറ്റേ കുട്ടി ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട്. അവരിപ്പോഴും ആശങ്കയിലാണ്. തങ്ങളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ, മുത്തശ്ശിയെയും ഇല്ലാതാക്കിയ ആ ക്രൂരനെ തക്കസായ ശിക്ഷ നൽകണമെന്ന് ആ മക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അവരും ഈ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തുന്നുണ്ട്. വരുന്ന മിനിറ്റുകളിൽ ഒരുപക്ഷേ ആ കുട്ടികളുടെ കൂടി പ്രതികരണം നമുക്ക് ലഭ്യമായേക്കും. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. ഒന്നും പറയാനില്ല എന്ന് കൂസലില്ലാതെ ശിക്ഷാവിധി കേൾക്കുന്ന ചെന്താമരയാണ് ഇന്ന് കണ്ടത്. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്നുള്ള വിധി വന്നിരിക്കുന്നു. കൊലപാതക കുറ്റം തെളിഞ്ഞു. അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. സജിതയെ 2019 ഓഗസ്റ്റ് 31-നാണ് ഈ ചെന്താമര കൊലപ്പെടുത്തുന്നത്. ഭാര്യയും മക്കളും പിണങ്ങിപ്പോയത് അയൽക്കാർ കാരണമാണെന്നുള്ള സംശയം, അതേ തുടർന്നുള്ള പകയാണ് ഈ ചെന്താമര ഈ 3 കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. 2019 ആദ്യം, പിന്നീട് 2 ഇരട്ട കൊലപാതകം കൂടി നടത്തി. ഇപ്പോൾ ചെന്താമര ആ കേസിൽ റിമാൻഡിലാണ്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. കൂസലില്ലാതെ തന്നെ അയാൾ ആ ശിക്ഷ കോടതിയുടെ വിധി പ്രഖ്യാപനം കേട്ടുകൊണ്ടിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല എന്ന് ലെവലേഷൻ കൂസലില്ലാതെ ചെന്താമര കോടതിയിൽ പറഞ്ഞു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് കാവലിൽ ജീപ്പിൽ കയറി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ചെന്താമര തിരികെ നടന്നു പോകുന്നതാണ് കണ്ടത്. കൂസലില്ലാതെ, ഒന്നും പറയാനില്ല എന്ന് ഉറക്കെ കോടതിയിൽ പറയുന്ന ഒരു ക്രിമിനലിനെ കാണുന്നു ഒരിക്കൽ കൂടി പാലക്കാട്ടെ അഡീഷണൽ സെഷൻസ് കോടതി. പോത്തുണ്ടി സജിത കൊലക്കേസിലാണ് ചെന്താമരയെ കുറ്റക്കാരനായി കണ്ടെത്തിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നത്. മറ്റന്നാൾ ശിക്ഷാവിധി ഉണ്ടാകും. മറ്റന്നാൾ, അതായത് 16-ാം തീയതി ശിക്ഷാവിധി ഉണ്ടാകും. എന്ത് ശിക്ഷ നൽകണമെന്നുള്ളതിൽ കോടതി ഒരു വ്യക്തത നൽകും. പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. കോടതി അത് പൂർണ്ണമായും ചെവിക്കൊള്ളും, അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.